മേഘങ്ങൾ മലകളെ തഴുകി നിൽക്കുന്ന ഒരു സ്ഥലം. ചുറ്റും കാടും താഴേക്ക് നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പും. അതിൻ്റെ മുകളിലായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കൃഷ്ണക്ഷേത്രവും. ഇതാണ് കർണാടകയിലെ ഗുണ്ടൽപേട്ടിലെ പ്രശസ്തമായ ഹിമവത് ഗോപാലസ്വാമി പേട്ട ക്ഷേത്രം. ഇവിടേക്ക് എത്തിയാൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ മലമുകളിലുള്ള മഞ്ഞു മൂടിയ ഭംഗിയാണ്. പക്ഷേ ഈ മലയുടെ യഥാർത്ഥ പ്രത്യേകത എന്താണ്? ഇവിടെ ക്ഷേത്രം എപ്പോൾ നിർമ്മിച്ചു? ഇവിടുത്തെ ഗോപാലസ്വാമി ആരാണ്? അഗസ്ത്യാർ മുനിയുമായി ഈ സ്ഥലത്തിന് എന്താണ് ബന്ധം? ഇന്നത്തെ യാത്രയിൽ എൻട്രി ഗേറ്റ് മുതൽ മലമുകളിലെ ക്ഷേത്രം വരെ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും പ്രകൃതി ഭംഗിയും എല്ലാം നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ നമുക്ക് പോയാലോ? ഇറ്റ്സ് മീ രേഷ്മ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. Welcome to Soft Step Solo. Let's explore together. ഗുണ്ടൽപേട്ടിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരത്താണ് ഈ ഒരു ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് മിനി KSRTC ബസ്സിൽ കയറി പോകേണ്ടത്. ഏകദേശം 70 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്, അതായത് ബസ് ടിക്കറ്റ് ചാർജ്. ഈ ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഫോറസ്റ്റ് സോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പ്രൈവറ്റ് വെഹിക്കിൾസ് കൊണ്ടുപോകുന്നതിന് വളരെ നിയന്ത്രണമുണ്ട്. സാധാരണയായി താഴെയുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപം വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്നും സർക്കാരിൻ്റെ KSRTC മിനി ബസ് ഉപയോഗിച്ചാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ കണ്ടില്ലേ, ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിലും ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ ക്യൂ നിന്നിട്ട് വേണം നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇതവരെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയാണ്. ഇത് വെറും ഒരു യാത്രാ നിയന്ത്രണം മാത്രമല്ല, ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ സഞ്ചരിക്കുന്ന ഒരു പ്രദേശമായതിനാൽ വൈൽഡ് ലൈഫിനെ ഡിസ്റ്റർബൻസ് ചെയ്യാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി തുടങ്ങുകയാണ് യഥാർത്ഥ മൗണ്ടൻ ജേണി. ഏകദേശം 6 കിലോമീറ്ററോളം വരുന്ന വളവുകളും എയർപിൻ ബെൻഡുകളും ഒക്കെ കടന്നാണ് ബസ് മലമുകളിലേക്ക് കയറുന്നത്. വഴിയിലുടനീളം കാടിൻ്റെ ഭംഗിയും മലനിരകളുടെ കാഴ്ചകളും കാണാം. പക്ഷേ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാട്ടിൽ ആനകളെയോ മറ്റു വന്യമൃഗങ്ങളെയോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പോകുകയോ ഭക്ഷണം കൊടുക്കുകയോ ബസ്സിൽ നിന്നും ഇറങ്ങി പിന്തുടരുകയോ ചെയ്യരുത്. ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് പ്രകൃതിയെ കാണാനാണ്, പ്രകൃതിയെ ഡിസ്റ്റർബ് ചെയ്യാനല്ല. ഹിമവത് എന്നാൽ മഞ്ഞുമൂടിയ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഗോപാലസ്വാമി എന്നത് ശ്രീകൃഷ്ണൻ്റെ ഒരു പേരാണ്. പേട്ട എന്നാൽ കന്നഡയിൽ മല, അതായത് മഞ്ഞുമൂടിയ ഗോപാലസ്വാമി മല. വർഷത്തിൻ്റെ പല സമയങ്ങളിലും മലമുകളിൽ മഞ്ഞും മൂടൽമഞ്ഞും കാണപ്പെടുന്നതിനാൽ ഈ പേര് ഇത്രയും അനുയോജ്യമായത്. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞു മലമുകളിലെ ക്ഷേത്രത്തിലേക്ക്. ആദ്യമായി കാണുന്നത് ക്ഷേത്രത്തിൻ്റെ മനോഹരമായ ഒരു എൻട്രൻസ് ആണ്. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗി വലിയ ഗോപുരങ്ങളിലോ ആഡംബരങ്ങളിലോ അല്ല, ചുറ്റുമുള്ള മലയും മഞ്ഞും കാടുമാണ്. അതിനിടയിൽ നിശബ്ദമായി നിൽക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ഇവിടുത്തെ യഥാർത്ഥ സൗന്ദര്യം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4770 അടി, അതായത് ഏകദേശം 1450 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു മല കിടക്കുന്നത്. ഇവിടെ വരുമ്പോൾ ടൈമിംഗ് വളരെ പ്രധാനമാണ്. വിസിറ്റേഴ്സിന് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം സാധാരണയായി രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണി വരെയാണ്. ക്ഷേത്രത്തിൻ്റെ വാതിൽ രാവിലെ 9 മണിക്ക് തുറക്കുന്നു. ഉച്ചയ്ക്ക് 1:30 മുതൽ 2:30 വരെ ക്ഷേത്രം അടച്ചിരിക്കുന്ന സമയമാണ്. വൈകിട്ട് ഏകദേശം 4:30 ശേഷം ടെമ്പിൾ ഡോർ ക്ലോസ് ചെയ്തിരിക്കും. മലമുകളിൽ നിന്ന് അവസാന റിട്ടേൺ ബസ് ഏകദേശം 4:30 സമയത്താണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് വൈകുന്നേരം വരെ കാത്തു നിൽക്കാതെ നേരത്തെ തന്നെ മുകളിലേക്ക് എത്തുന്നതാണ് നല്ലത്. ലഭ്യമായ ക്ഷേത്ര വിവരങ്ങൾ പ്രകാരം ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രത്തിന് ഏകദേശം 7 നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം 14-ാം നൂറ്റാണ്ടുകളിലേക്കാണ് ബന്ധിപ്പിക്കപ്പെടുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രകാരം AD 1315 ചോള ബല്ലാല എന്ന രാജാവിൻ്റെ കാലത്താണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത്. പിന്നീട് മൈസൂരിലെ വടയാർ രാജവംശം ഈ ക്ഷേത്രത്തിൻ്റെ പരിപാലനത്തിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നുവെന്നും ക്ഷേത്ര വിവരങ്ങൾ പറയുന്നു.
ക്ഷേത്രത്തിൻ്റെ ആർക്കിടെക്ചർ നോക്കിയാലും അതിൻ്റെ പഴക്കം മനസ്സിലാക്കും. ക്ഷേത്രം ഒരു ദ്രാവിഡ ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രവേശന ഭാഗത്തൊരു സിംഗിൾ ടയർഡ് ഗോപുരം കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ ഗോപാലസ്വാമി അഥവാ ശ്രീകൃഷ്ണനാണ്. ക്ഷേത്രത്തിൻ്റെ പ്രധാന വിഗ്രഹത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഫ്ലൂട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന രൂപമാണ് കാണുന്നത്. പശുക്കളെ മേച്ചിരുന്ന ഗോപാലനായ ശ്രീകൃഷ്ണനെ ഓർമ്മിപ്പിക്കുന്ന ഈ രൂപം തന്നെയാണ് ഈ മലമുകളിലെ ക്ഷേത്രത്തിന് പ്രത്യേകമായ ഒരു ആത്മീയ ഭംഗി നൽകുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെമ്പിളിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളാണ്. പക്ഷേ അകത്തോട്ട് നമുക്ക് ക്യാമറയൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ആ വീഡിയോസൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ക്ഷേത്ര ദർശനത്തിന് ശേഷം ചുറ്റുമുള്ള പ്രകൃതിയും കുറച്ചു സമയം നമുക്ക് ആസ്വദിക്കാം. ഇവിടെ നിന്നും ബന്ദിപ്പൂർ വനമേഖലയുടെയും നീലഗിരി വനമേഖലയുടെയും മനോഹരമായ വ്യൂ ലഭിക്കും. മഞ്ഞു കൂടുതലുള്ള ദിവസങ്ങളിൽ ക്ഷേത്രം തന്നെ മേഘങ്ങൾക്കുള്ളിൽ നിൽക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഫോട്ടോഗ്രാഫേഴ്സിനും നേച്ചർ ലവേഴ്സിനും പ്രിയപ്പെട്ട ഒരു പ്ലേസ് തന്നെയാണ്. ഇനി ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു ഐതിഹ്യം ഞാൻ പറയാം. പുരാണ പരമ്പരയിൽ അറിയപ്പെടുന്ന ഒരു കഥ പ്രകാരം ദേവന്മാരും മഹർഷിമാരും ഒരു വലിയ ചടങ്ങിനായിട്ട് ഉത്തരേന്ത്യയിലെ കാശി ഭാഗത്തേക്ക് ഒന്നിച്ചു കൂടിയപ്പോൾ ഭൂമിയുടെ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് അഗസ്ത്യ മുനിയെ ദക്ഷിണേന്ത്യയിലേക്ക് പോകാൻ അഭ്യർത്ഥിച്ചു. ഓക്കെ, അപ്പോൾ അഗസ്ത്യ മുനി തൻ്റെ കമണ്ഡലുവിൽ വിശുദ്ധമായിട്ടുള്ള നദിയിലെ ജലം ശേഖരിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പം ഈ മലപ്രദേശത്തും അതുപോലെ അദ്ദേഹം തപസ് ചെയ്തുവെന്നും അദ്ദേഹത്തിൻ്റെ തപസ്സിൽ പ്രസന്നനായിട്ടുള്ള വിഷ്ണു ഇവിടെ വസിക്കാമെന്ന് അനുഗ്രഹിക്കുന്നുവെന്നുമാണ് ഐതിഹ്യ പ്രകാരം പറയപ്പെടുന്നത്. അതിനാലാണ് ഈ ഒരു സ്ഥലത്തിന് ഒരു വലിയ ആത്മീയമായിട്ട് പ്രാധാന്യമുണ്ടെന്ന് വിശ്വാസികളൊക്കെ കരുതപ്പെടുന്നത്. മതപരമായിട്ട് ഒരു റെസ്ട്രിക്ഷനും ഈ ടെമ്പിളിലില്ല. എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഈ ഒരു ടെമ്പിളിലേക്ക് പ്രവേശിക്കാമെന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ ഹിമവത് ഗോപാലസ്വാമി പേട്ടയ്ക്ക് പഴയകാലത്ത് ഗോവർദ്ധനഗിരി എന്നും കമലാചല എന്ന പേരും ഉണ്ടായിരുന്നുവെന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്ര ഐതിഹ്യ വിവരങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു മല ഒരു സാധാരണ ഹിൽ സ്റ്റേഷൻ മാത്രമല്ല, പുരാണ വിശ്വാസവും ചരിത്രവും പ്രകൃതിയും ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലൊക്കേഷൻ തന്നെയാണ്. ഹിമവത് ഗോപാല സ്വാമി പേട്ട ശരിക്കും ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ഒരു വനമേഖലയിലാണ്. ഈ പ്രദേശം ആനകളും കരടിയും ഒക്കെ തുടങ്ങി വിവിധ വന്യജീവികളുടെ ഒരു പ്ലേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്ര ദർശനത്തോടൊപ്പം ഒരു വനയാത്രാ അനുഭവവും ഇവിടെ ലഭിക്കുന്നു. പക്ഷേ അതോടൊപ്പം റെസ്പോൺസിബിലിറ്റിയും നമ്മളുടേതാണ്. ഫോറസ്റ്റ് റൂളുകൾ പാലിക്കണം, മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, വൈൽഡ് ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, അനുവദിച്ചിരിക്കുന്ന സ്ഥലങ്ങൾക്കപ്പുറം പോകാതിരിക്കുകയും ചെയ്യണം. മലമുകളിൽ ഭക്ഷണശാലകൾ വളരെ പരിമിതമാണ്. ക്ഷേത്രത്തിൽ പ്രസാദം ലഭിക്കുന്ന സമയമുണ്ട്. മറ്റ് ഫുഡ് ഓപ്ഷൻ പ്രധാനമായും താഴെയുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ഭാഗത്താണ് ലഭിക്കുന്നത്. പിന്നെ ക്ഷേത്രത്തിൽ ഡ്രിങ്കിങ് വാട്ടർ സൗകര്യമുണ്ടെന്നും ക്ഷേത്ര വിവരങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമായ വെള്ളവും ബേസിക് ആവശ്യങ്ങളും കരുതുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഫുൾ ടൈം കോട മഞ്ഞായിട്ട് നിൽക്കുന്നില്ല. ഒരു സെക്കൻഡിൽ മിന്നി മറയുന്ന പോലെ കോട വരും, പോകും, ക്ലിയർ ആവും, പിന്നെ ഫുള്ള് വീണ്ടും കോട വരും. അങ്ങനെയാണ് ഈ മൊത്തം ടെമ്പിളിന് ചുറ്റും മൂടപ്പെട്ടിരിക്കുന്ന മഞ്ഞെന്ന് പറയുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറേയൊക്കെ ഞാൻ വീഡിയോസ് ക്ലിയർ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലും അല്ലാതെയൊക്കെ ആയിട്ട് ഞാൻ ഓവറോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ടെമ്പിളിന് ചുറ്റും എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു വയറ് ചുറ്റപ്പെട്ടിരിക്കുന്നത് കാണാം. അത് എന്താണെന്ന് വെച്ചാൽ ഹിമവത് ഗോപാലസ്വാമി പേട്ട വന്യജീവികളുടെ ഒരു ആവാസ കേന്ദ്രമായതിനാൽ വിനോദസഞ്ചാരികളും അതുപോലെ മൃഗങ്ങളും തമ്മിലുള്ള അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കുന്നത് വേണ്ടിയാണ് ഈ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആനകളും മറ്റു വന്യമൃഗങ്ങളും ഈ പ്രദേശത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വനത്തിനുള്ളിലേക്ക്
കയറുകയോ മൃഗങ്ങളെ പിന്തുടരുകയോ ഭക്ഷണം നൽകുകയോ ചെയ്യാതെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. അപ്പം നമ്മൾ എന്താ പറയുക, കാണാൻ പോകുന്നത് പ്രകൃതിയാണ്. അതിനെ ശല്യപ്പെടുത്താതെ സംരക്ഷിക്കുകയാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം. മഞ്ഞു മൂടിയ ഗോപാലസ്വാമി പേട്ട കാണാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒക്ടോബർ മുതൽ എന്താ പറയുക മാർച്ച് വരെയുള്ള കാലയളവാണ് നല്ല സമയമെന്ന് ഈ ഒരു കർണാടക ടൂറിസം നിർദ്ദേശിക്കുന്നു. എങ്കിലും ഇവിടെ വെതർ പെട്ടെന്ന് മാറാൻ സാധ്യതയുള്ളതിനാൽ ജാക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലോത്ത് എക്സ്ട്രാ കരുതുന്നത് നല്ലതായിരിക്കും. ടെമ്പിളിൽ പ്രസാദം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വെയിറ്റ് ചെയ്തെങ്കിലും എന്താ പറയുക, ഞാൻ പോയ ഒരു ടൈം മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇതിന് ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഫുഡിന് വേണ്ടിയിട്ട്, പ്രസാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. അവിടെയൊക്കെ അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ ടെമ്പിളിൻ്റെ ചുറ്റും ഓടി നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞാനങ്ങ് താഴത്തേക്ക് ഇറങ്ങുവാണ്. എഗെയിൻ നമ്മൾ വന്ന ബസ്സുകൾ പോലെ തന്നെ കുറേ KSRTC ബസ്സുകൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ബസ്സിൽ നമുക്ക് തിരിച്ച് നമ്മൾ കയറി അതേ ചെക്ക് പോസ്റ്റിൽ തന്നെ തിരിച്ചെത്താൻ നമുക്ക് സാധിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം, ഇതൊരു സാധാരണ ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, ബന്ദിപ്പൂർ വനമേഖലയോട് ചേർന്ന വൈൽഡ് ലൈഫ് ആയിട്ട് സെൻസിറ്റീവായിട്ടുള്ളൊരു പ്രദേശമാണ്. അതിനാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കാതെയും അതുപോലെ മൃഗങ്ങളെ ശല്യപ്പെടുത്താതെയും പിന്നെ ഫോറസ്റ്റ് റൂൾ പാലിച്ചും യാത്ര ചെയ്യണം. അങ്ങനെ മഞ്ഞുമൂടിയ മലയും ഏകദേശം 7 നൂറ്റാണ്ട് പഴക്കമുള്ള ക്ഷേത്രവും ബന്ദിപ്പൂർ കാട്ടിലെ മനോഹരമായ കാഴ്ചകളും KSRTC മിനി ബസ്സിലെ ഒരു വ്യത്യസ്ത യാത്രയും അനുഭവിച്ച് നമ്മുടെ ഹിമവത് ഗോപാലസ്വാമി പേട്ട യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ട്രാവൽ, ട്രക്കിംഗ്, നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ സോഫ്റ്റ് സ്റ്റെപ്പ് സോളോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു യാത്രയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ കീപ് ട്രാവലിംഗ് ആൻഡ് കീപ് എക്സ്പ്ലോറിംഗ്.